ദിവസം കുതിർത്തി വെച്ചിരിക്കുന്ന വെള്ളക്കടലയാണ് കേട്ടോ. 1.5 കപ്പോളം എടുത്തിട്ടുണ്ട് ആണോ. ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ഞാനിപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് ഇതിലിട്ട് വെച്ചതാണ് കേട്ടോ. ഇനി നമുക്കിതിനെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളക്കടല തലേ ദിവസം വേവിച്ച് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അതായത് കാലത്ത് വെള്ളത്തിലിട്ടിട്ട് വൈകുന്നേരം വേവിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പണി എളുപ്പമാവും. അതിന് വേണ്ടിയിട്ടാണ്. ഉരുളക്കിഴങ്ങ് ഞാനൊരു 6 കഷ്ണം അല്ലെങ്കിൽ 8 കഷ്ണം ആ ഒരു രീതിയിൽ മുറിച്ചെടുക്കണം. എന്നിട്ട് വലിയ കഷ്ണങ്ങളായി തന്നെ ഇതിൽ ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 സ്പൂണോളം ഉപ്പും 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിനെ വേറെ തന്നെ നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ. സാധാരണ പൂരി കറിയൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും രുചിയാണ് കേട്ടോ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഈ 2.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നമുക്ക് കുറച്ച് കറിയും കൂടെ ആവശ്യമാണ്, ഒഴിച്ച് കറി ആവശ്യമാണ്. അതുകൊണ്ടാണ് കേട്ടോ. എന്നാൽ കുറച്ച് തിക്കായിട്ട് നിൽക്കുകയും വേണം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇത് നല്ലോണം വെന്ത് വരികയും വേണം, ഇതിൽ കുറച്ചും കൂടെ വെള്ളം ഉണ്ടാവുകയും വേണം. അപ്പോൾ ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. 5 വിസിലൊക്കെ പോയി കഴിയുമ്പോൾ നന്നായിട്ട് വെന്ത് വരും. മറ്റുള്ള നമ്മൾ കറി വയ്ക്കുന്ന കടലേനെക്കാട്ടിലും കുറച്ചും കൂടി എളുപ്പമാണ് ഇത് കഴിക്കാനോ ഉണ്ടാക്കിയെടുക്കാനും. അപ്പോൾ 5 വിസിലൊക്കെ പോയി ഓഫ് ചെയ്തിടാം. ഇനി ഞാനിവിടെ സവാള ഒരു 3 സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക് 2 എണ്ണം, തക്കാളി 2 എണ്ണം, കറിവേപ്പില 1 പിടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അത് ചെറിയ കഷ്ണം ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളിയും 1 പിടി മല്ലിയിലയാണ് കേട്ടോ. ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും 1/2 സ്പൂണോളം ക്യൂമിൻ സീഡ് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി ചതച്ചെടുത്തതും വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന സവാളയാണ് കേട്ടോ. സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. സവാളേൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം, പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് നമുക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ ഈ ചണയുടെ കൂടെ തന്നെ ഇട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. നല്ലോണം ഒന്ന് വഴന്ന് വരണം കേട്ടോ ഈ ഒരു രീതിയിൽ. അപ്പോൾ വെളിച്ചെണ്ണ ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊക്കെ ഇതുപോലെ കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കഴിയുന്നതും സൺഫ്ലവർ ഓയിൽ, റൈസ് ബ്രൈൻ ഓയിലൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ വഴറ്റിയെടുത്താൽ മതി. ഇതൊന്ന് ആ ചണ ഒന്ന് വെന്ത് കിട്ടേണ്ട സമയം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം എളുപ്പത്തിലാവും. നമുക്കിത് തേങ്ങ വറുത്തരയ്ക്കോ അങ്ങനെ ഉള്ള പണികളൊന്നുമില്ല. അപ്പോൾ ഇതായി വരുമ്പോഴേക്കും നമ്മുടെ കുക്കറിൻ്റെ ചൂടൊക്കെ കുറച്ച് ഒന്ന് ആറിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ മൂടി തുറന്ന് നോക്കാം, വെന്തോ നോക്കാം. അപ്പോൾ ഇതാ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി ഇത് നന്നായി ഇളക്കിയെടുക്കുമ്പോൾ തന്നെ ഇത് ഉടഞ്ഞു വരും. നമ്മുടെ ഈ ഒരു വെള്ളക്കടല കണ്ടില്ലേ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ ആ കറുത്ത കടലയില്ലേ അതിനെക്കാട്ടിലും ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ തൊലിക്കൊന്നും അത്ര കട്ടിയില്ല. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ തന്നെ ഉടച്ചു കൊടുക്കാതെയാണ് ഞാൻ കറിയിലിടുന്നത്. അപ്പോൾ നമ്മുടെ സവാള കൂട്ട് ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ആദ്യം തന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സമയത്ത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഏതാണ്ട് ഒരു 2 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂണോളം ഗരം മസാലപ്പൊടി, പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ജീരകം, ക്യൂമിൻ സീഡ് അതെല്ലാം കൂടെ പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലപ്പൊടിയാണ്. അപ്പോൾ ഏത് ഗരം മസാലപ്പൊടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് മൂത്ത് വരുന്ന രീതിയിൽ തന്നെ ഇതിനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. ഇതിൻ്റെ കളറൊന്ന് ശരിക്കും ഒന്ന് മാറി വരണം. അത് നമുക്ക് വേറെ തന്നെ അറിയാൻ പറ്റും. മല്ലിപ്പൊടിയൊക്കെ ഇങ്ങനെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ കുറച്ചൊക്കെ ഇതുപോലെ കളറ് മാറും. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു മസാല ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് വെന്ത് ഉടഞ്ഞ് പോവില്ല, എന്നാൽ നല്ലോണം ഇതിലിങ്ങനെ മിക്സായിട്ട് ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ വേറെ തന്നെ ചേർത്ത് കൊടുത്ത് ഇളക്കുന്നത് കേട്ടോ.
അപ്പോൾ ആ തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതായി വരുമ്പോഴേക്കും തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഏതാണ്ട് ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 സ്പൂണോളം ചായ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്തിടണം കേട്ടോ. അതാ നല്ലവണ്ണം തക്കാളിയൊക്കെ ഇങ്ങനെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. എന്നാൽ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആയിട്ടുമില്ല, ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ മല്ലിപ്പൊടിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ശരിക്കും മാറിയിരിപ്പുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളക്കടലയും അതിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചായ ഉണ്ടല്ലോ, ബ്ലാക്ക് ടീ, അത് ഏതാണ്ട് ഒരു 3/4 കപ്പ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അത്ര അളവൊന്നും അത്ര കറക്റ്റൊന്നും ആയിട്ട് എടുക്കണമെന്നില്ല. ഇത് അതിൻ്റെ വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു സീക്രട്ടാണ് കേട്ടോ. ഇവരെപ്പോൾ നമ്മൾ ഏതൊരു റെസിപ്പി എടുത്ത് നോക്കിയാലും വെള്ളക്കടലക്കറി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചായപ്പൊടി കിഴി കെട്ടിയിട്ട് ഇപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരണം. ഇതിൻ്റെ മല്ലിയില ചേർത്ത് കൊടുക്കണം. മല്ലിയില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താലും നല്ലതാണ് കേട്ടോ. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിച്ച് ഈ കറീനെ നമുക്ക് അടച്ച് വെച്ചതിന് ശേഷം ഇറക്കി വെക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ പണി. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.